ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിലും സ്വർണ്ണക്കവർച്ച നടന്നുവെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. കൊടിമരത്തിൽ പൂശാൻ ദേവസ്വം ബോർഡ് വാങ്ങിയതും സംഭാവനയായി ലഭിച്ചതുമായ സ്വർണത്തിൽ ബാക്കി വന്ന 233 ഗ്രാം സ്വർണം എവിടെയാണ് എന്നതിൽ കണക്കില്ല എന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ക്രമക്കേടിൽ വിജിലൻസ് പ്രത്യേക സംഘത്തെ ഇന്ന് തീരുമാനിക്കും. ആന്റണി ജിസ്റ്റോർ നൽകുന്ന റിപ്പോർട്ട്. തീർച്ചയായും വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ, അതായത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 233 ഗ്രാം സ്വർണം കാണാതായി എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. അതായത് ഈ ശബരിമലയിലെ 2017 കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി 9 കിലോ സ്വർണമാണ് ദേവസ്വം ബോർഡ് വാങ്ങിച്ചത്. അതുകൂടാതെ തന്നെ പല വ്യക്തികളും, സിനിമാ താരങ്ങൾ, സിനിമാ നിർമ്മാതാക്കൾ അടക്കമുള്ളവർ ഇങ്ങനെ സംഭാവനയായി നൽകുകയും ചെയ്തു. അങ്ങനെ കണക്ക് പ്രകാരം 412 ഗ്രാമാണ് ഇത്തരത്തിൽ സംഭാവനയായി ലഭിച്ച സ്വർണം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കൊടിമരം സ്വർണം പൂശി ബാക്കി വന്ന സ്വർണമാണ് 233 ഗ്രാം എന്ന് പറയുന്നത്. ആ 233 ഗ്രാം സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം, ഈ കൊടിമര നിർമ്മാണത്തിലും ഒരു സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. മോഹൻലാൽ, അതുപോലെ തന്നെ സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ, അങ്ങനെ നിരവധി സിനിമാ താരങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്വർണം സംഭാവനയായി നൽകിയത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആളുകളുടെ ഒന്നും പേരുകൾ ഈ പറയുന്ന ഈ പട്ടികയിൽ അല്ലെങ്കിൽ ഈ കണക്കിൽ ഇല്ല എന്നുള്ളതാണ്. ആകെ ഒരു നടൻ 80 ഗ്രാം നൽകിയ വിവരം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവർ നൽകിയതൊന്നും തന്നെ ഈ കമ്മീഷണർ, അതായത് അന്ന് ഈ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ ഹൈക്കോടതി നിയോഗിച്ചിരുന്നു. ഈ അഡ്വക്കേറ്റ് കമ്മീഷണറായ കുറുപ്പ്, അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആകെയുള്ളത് കുറച്ച് ആളുകളുടെ പേര് മാത്രമാണ്. 27ഓളം പേരാണ് ഇത്തരത്തിൽ ഈ സ്വർണം സംഭാവനയായി നൽകിയത്. പക്ഷേ ഈ 412 ഗ്രാമിൻ്റെ കണക്ക് മാത്രമാണ് അതിലുള്ളത്. ബാക്കിയുള്ളവരൊന്നും നൽകിയ സ്വർണത്തെക്കുറിച്ചോ അവരെത്ര സ്വർണം നൽകിയെന്നോ അവരുടെ പേര് വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലും കൃത്യമായൊരു വ്യക്തത നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ നടന്മാരൊക്കെ ഈ സ്വർണം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്വർണം കാണാതെ പോയിട്ടുണ്ട്. ഇതിൽ കൃത്യമായി ഇന്നലെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത് 9.16 കിലോഗ്രാം സ്വർണം ദേവസ്വം ബോർഡ് വാങ്ങി. അതുകൂടാതെ 412 ഗ്രാം സ്വർണം അതൊരു നടൻ നൽകിയിട്ടുണ്ട്. 80 ഗ്രാം സ്വർണ്ണമാണ്. ഒരു സിനിമാ നിർമ്മാതാവ് നൽകിയിട്ടുണ്ട് 200 ഗ്രാമോളം സ്വർണം. അങ്ങനെ വിവിധ ആളുകൾ ഇത്തരത്തിൽ സ്വർണം നൽകിയിട്ടുണ്ട്. അത് 412 ഗ്രാമാണ്. അങ്ങനെ ആ മൊത്തം സ്വർണത്തിൽ നിന്ന് എടുത്ത് സ്വർണം പൂശിയ ശേഷം ബാക്കി വന്നത് 233 ഗ്രാമാണ് എന്നുള്ളതാണ് ഉള്ളത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ കിലോ കണക്കിന് സ്വർണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ 412 ഗ്രാമിൻ്റെ കണക്ക് മാത്രമാണ് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വിജിലൻസ് ഇക്കാര്യത്തിൽ ഈ ക്രമക്കേടിൽ ഒരു അന്വേഷണം നടത്താൻ ഇന്നലെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്താനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും 2017 UDFിൻ്റെ ഭരണസമിതി, അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ കാലത്താണ് ഈ ശബരിമലയിലെ കൊടിമരം വീണ്ടും പുനർനിർമ്മിക്കുന്നത്. ശരി. ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിലും സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. കൊടിമരത്തിൽ പൂശാൻ ദേവസ്വം ബോർഡ് വാങ്ങിയതും സംഭാവനയായി ലഭിച്ചതുമായ സ്വർണത്തിൽ ബാക്കി വന്ന 233 ഗ്രാം സ്വർണം എവിടെ എന്നത് കണക്കില്ലാത്ത ഒന്നാണ് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിൽ ഹൈക്കോടതിയുടെ അന്വേഷണ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ആ നിർദ്ദേശം സ്വാഗതാർഹമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുനർനിർമ്മാണം ഹൈക്കോടതി അഭിനന്ദിച്ചതാണ്. SIT-യിൽ CPIM ഏജന്റുമാരുണ്ട് എന്നും VD സതീശൻ ആരോപിച്ചു. SIT-ലെ എല്ലാവരെയും കുറിച്ചല്ല, SIT-യിൽ CPM-ന്റെ ഏജന്റുമാരുണ്ട്. സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി 3-4 ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്തേക്ക്. ഇത് വളരെ വ്യക്തമല്ലേ എന്താണെന്ന്, അവിടെ ആരുടെ ഏജന്റുമാർ അതിന്റെ അകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ. ഇനി കൊടിമരം
കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടിയുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാമിനെ ED ചോദ്യം ചെയ്യും. അടുത്ത ചൊവ്വാഴ്ച EDയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടാനാണ് ജയറാമിനെ ED വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ജയറാമിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണം നടക്കുമ്പോൾ ഇടപെടാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിയത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താനൊരു അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ല എന്നുമായിരുന്നു ഗോവർദ്ധന്റെ വാദം. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്നാരോപിച്ചാണ് കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് നാളെ. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. കേസിൽ അറസ്റ്റിലായി 90 ദിവസത്തിന് ശേഷവും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് വാസു സ്വാഭാവിക ജാമ്യം തേടിയത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതും ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവർക്ക് നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക. പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന ആരോപണത്തിൽ CPIM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിനെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് ആന്റോ ആന്റണി MP. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉദയഭാനുവിന് വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകണം എന്നാണ് നോട്ടീസിൽ പറയുന്നത്. 2 ആരോപണങ്ങളാണ് ആന്റോ ആന്റണിക്കെതിരെ ഉദയഭാനു ഉന്നയിച്ചത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചുവെന്നും ബാങ്ക് പൊളിഞ്ഞപ്പോൾ ആന്റോ ആന്റണി തുക പിൻവലിച്ചുവെന്നുമായിരുന്നു ഒന്ന്. NM രാജുവിന്റെ കയ്യിൽ നിന്ന് 2 കോടി വാങ്ങിയെങ്കിലും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ കൊടുത്തത് എന്നായിരുന്നു മറ്റൊരു ആരോപണം. ആന്റോ ആന്റണി MPയുടെ വക്കീൽ നോട്ടീസിന് പിന്നാലെ മറുപടിയുമായി CPIM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. സമൂഹത്തിന് മുൻപിൽ ആന്റോ ആന്റണി MPയുടെ മാനത്തിന്റെ തുണി അഴിഞ്ഞു കിടക്കുകയാണ്. താൻ നടത്തിയ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും എല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. താൻ എന്തിനു മാപ്പ് പറയണമെന്നും KP ഉദയഭാനു ചോദിച്ചു. സമൂഹത്തിന് മുന്നിൽ മാനത്തിന്റെ ഉടുതുണി അഴിഞ്ഞ് നിൽക്കുന്ന ആന്റോ ആന്റണിക്ക് മഹാരാഷ്ട്രക്ക് ആന്റോ ആന്റണി NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ്. NN രാജു പത്രസമ്മേളനം നടത്തിയത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആന്റോ ആന്റണി നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്, എന്തിനാണ് പൈസ വാങ്ങിച്ചത്, ഇതെല്ലാം ആന്റോ ആന്റണി പറയേണ്ട കാര്യമാണ്. ആന്റോ ആന്റണി 2 കോടി രൂപ പിൻവലിച്ചു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിലുറച്ചിരിക്കുന്നു. ആന്റോ ആന്റണി അവിടുന്ന് 2 കോടി രൂപ പിൻവലിച്ചു എന്നുള്ള കാര്യം പിന്നെ NN രാജു വളരെ വ്യക്തമായി കൊടുത്ത ആളും പറഞ്ഞു, വാങ്ങിച്ച ആളും പറയുന്നു. തുടർഭരണത്തിനെതിരായ നിലപാടിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി പ്രമുഖ കവിയും കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനുമായ സച്ചിദാനന്ദൻ. അദൃശ്യമായതിനെ ദൃശ്യമാക്കുക എന്നും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുക എന്നതുമാണ് ജനാധിപത്യം. മാർക്സിസത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏക വഴി ഇതാണ്. സൈബർ കൂട്ടങ്ങളുടെ മിഥ്യാലോകം താൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചില്ല എന്നത് വ്യക്തമാണ്. കമൻറ്റ് ചെയ്യുന്നവർ തീർച്ചയായും തൻ്റെ കൃതികൾ വായിച്ചിട്ടില്ല. തൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരു സ്ഥാനത്തിനോ പുരസ്കാരത്തിനോ അംഗീകാരത്തിനോ വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും നടത്തുന്ന ആത്മഹത്യാപരമായ ഒത്തുതീർപ്പുകളെക്കുറിച്ച് അറിവില്ലാത്തതുപോലെ നടിക്കുന്ന അജ്ഞരായ കമൻറ്റേറ്റർമാർക്ക് മുമ്പിൽ ഇതെല്ലാം പറയേണ്ടി വരുന്നതിൽ ലജ്ജയുണ്ട് എന്നും സച്ചിദാനന്ദൻ പറഞ്ഞു.
തുടർഭരണം ഉചിതമല്ല എന്ന കവി കെ സച്ചിദാനന്ദന്റെ പ്രതികരണത്തിന് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ മൂന്നാം തുടർഭരണത്തിനു വേണ്ടി സഖാക്കളും ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികളും മുൻപോട്ട് തന്നെ പോകും. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിനാൽ ഇടതുപക്ഷം വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരേണ്ടതില്ല എന്ന തരത്തിൽ ഉള്ള പ്രസ്താവന ആര് നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് അത് വിഷമം ഉണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷിനെ പാലക്കാട് മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ UDF നീക്കം ആരംഭിച്ചു. സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ സുരേഷുമായി സംസാരിച്ചു. ഇടതുകോട്ടയായ മലമ്പുഴയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ദീർഘകാലം VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്നു A സുരേഷ്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ മത്സരിക്കുന്നതിന്റെ കാര്യത്തിൽ നേതാക്കളെ തീരുമാനം അറിയിച്ചിട്ടില്ല എന്നുമാണ് സുരേഷിന്റെ മറുപടി. കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു. ഇതുവരെയായിട്ടൊരു മറുപടി പോലും തന്നിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ പാർട്ടി അനുഭാവിയായി ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഞാൻ തുടരുകയാണ്. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൊടുത്ത വാർത്തയെ സംബന്ധിച്ചൊരു തീരുമാനം എൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായി ഞാൻ എടുത്തിട്ടില്ല. സംസ്ഥാനത്ത് ജനം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുയുഗ യാത്രയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള A സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉചിത സമയത്ത് അറിയിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ വിമർശിക്കപ്പെടും. ഇതിപ്പോ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത്. അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇത്രയും സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയത്. അതാണ് ഞങ്ങൾ എപ്പോഴും പറയും, ടീം UDF ആണ് ഞങ്ങളുടേത്, ടീം UDF ആണ് ഞങ്ങളുടേത്, ടീം UDF. ഇടതുമുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുക. പരസ്പര വിശ്വാസമില്ല ഘടകകക്ഷികൾ തമ്മിൽ. CPIയും CPM തമ്മിൽ നല്ല ബന്ധമാണ്. എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി. കേരള കോൺഗ്രസിന്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ RJD ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം. ഇടതുമുന്നണി ശിഥിലമാവുകയാണ്. ടീം UDF അവിടെ ഉറച്ചു നിൽക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. തെരഞ്ഞെടുപ്പിന് മുമ്പ് പല അവസരങ്ങളുണ്ടാവും. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഉണ്ടാവും. ഇലക്ഷന് മുമ്പ് ഇല്ലേ, പല കാര്യങ്ങളും ഉണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ രഹസ്യത്തിൽ ഒരു പരിപാടി നടത്തൂല. കരസേന മുൻ മേധാവി ജനറൽ MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുകയാണ് ഡൽഹി പോലീസ്. പാർലമെന്റിൽ പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിച്ചതും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് അന്വേഷിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിലാണ് പരിശോധന. അതേസമയം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന്റെ പ്രീപ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ PDF പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് എന്നും പോലീസ് കണ്ടെത്തി. പുസ്തകത്തെ ചൊല്ലി പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ തർക്കം രൂക്ഷമായതിനു പിന്നാലെയാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞയാഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാണിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചത് ഭരണപക്ഷത്തെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ജോസ് കെ മാണി സജീവമായി രംഗത്ത് വരും. ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനമെടുക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലുണ്ടോ?
ചലച്ചിത്ര പ്രവർത്തകയ്ക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചേർത്താണ് കുറ്റപത്രം. ചലച്ചിത്ര പ്രവർത്തകരടക്കം 6 പേരെ സാക്ഷികളാക്കിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. സംവിധായികയായ ചലച്ചിത്ര പ്രവർത്തകയാണ് പരാതിക്കാരി. തനിക്കെതിരായ പരാതി വ്യാജമാണെന്ന് PT കുഞ്ഞുമുഹമ്മദ് നേരത്തെ വാദിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം തള്ളിയാണ് PT കുഞ്ഞുമുഹമ്മദ് കുറ്റക്കാരൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള കുറ്റപത്രം കോടതിയിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 6-ന് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു പരാതിക്കിടയാക്കിയ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് നടന്ന രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായിട്ടുള്ള സ്ക്രീനിങ്ങിന് ജൂറി അംഗം എന്നുള്ളതിലേക്ക് എത്തിയതായിരുന്നു പരാതിക്കാരിയും അതിൻ്റെ ജൂറി തലവനായിരുന്നു PT കുഞ്ഞുമുഹമ്മദും. അതിനിടെ അക്രമം നടന്നു എന്നുള്ളതാണ് പരാതി. കോഴിക്കോട് സ്വദേശി യു ദീപക് ജീവനൊടുക്കാനിടയാക്കിയ സംഭവത്തിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് നാളെ വരും. ദീപകിന്റെ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മുസ്തഫ ഷിംജിത വീഡിയോ എഡിറ്റ് ചെയ്തതാണോ എന്ന് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. പോലീസ് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഷിംജിത മുസ്തഫ 21 ദിവസമായി ജയിലിലാണെന്നും പരിശോധനാ ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ടതില്ല എന്നും പ്രതിഭാഗം ബോധിപ്പിച്ചു. ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ഷിംജിത മുസ്തഫ സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് ദീപക് ജീവനൊടുക്കിയത്. സാമൂഹ്യ മാധ്യമ സ്വാധീനകയായ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ മരണത്തിൽ വ്യക്തത വരുത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. എന്നാൽ കുടുംബം നിലവിൽ ഇതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആൺ സുഹൃത്തുമായുള്ള തർക്കമാണ് മരണകാരണമെന്നാണ് കുടുംബാംഗങ്ങളുടെ മൊഴി. തങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ലെന്നും ചിന്നു കുറച്ചു കാലമായി ആൺ സുഹൃത്തുമായി മാറി താമസിക്കുകയായിരുന്നുവെന്നുമാണ് കുടുംബത്തിൻ്റെ മൊഴി. യുവാവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിലധികം അനുഗാമികളുള്ള ചിന്നു പാപ്പു എന്ന രേഷ്മയെ ഇന്നലെയോടെയാണ് വാടക ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്ത് ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെ വന്നതിനാൽ നടത്തിയ പരിശോധനയിലാണ് ജീവനൊടുക്കിയ നിലയിൽ ചിന്നുവിനെ കണ്ടെത്തിയത്. പത്തനംതിട്ട തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. പിടിയിലാകാനുള്ള 3 പ്രതികൾക്കായി അന്വേഷണം പോലീസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചു. പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നുവെന്നുള്ള സൂചനയുണ്ട്. അതേസമയം കേസിലെ മുഖ്യപ്രതിയായ സുബിനെതിരെ വീണ്ടും കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി. കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുന്നതിനുള്ള ശുപാർശ പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറി. മരണസുബിൻ എന്ന് വിളിക്കപ്പെടുന്ന സുബിൻ കാപ്പ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സ്പായിലെ അതിക്രമം നടത്തിയത്. പിടിയിലായ സുബിൻ നിലവിൽ റിമാൻഡിലാണ്. മറ്റു വാർത്തകളിലേക്ക് വരാം. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,965 രൂപ, പവന് 95,720 രൂപ. വെള്ളി ഗ്രാമിന് 290 രൂപ, കിലോയ്ക്ക് 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. തുടർഭരണവുമായി ബന്ധപ്പെട്ട് കെ സച്ചിദാനന്ദൻ ഉയർത്തിയ വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട പരോക്ഷ സൂചനകൾ നൽകിക്കൊണ്ടുള്ള കമന്റുകളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ബിജുകുമാർ ആലക്കോട് എഴുതുന്നു: 5 ഓവറിൽ സെഞ്ചുറി തികച്ചു നിൽക്കുന്ന വിരാട് കോഹ്ലിയോട് അച്ചിമാഷ്, മോനെ കോഹ്ലി ഇവിടെ നിർത്തിക്കോ, നീ ഇമാതിരി കളി കളിച്ചാൽ നിന്റെ ടീം തകർന്നു പോകും, ഇനി മറ്റേ ടീം കളിക്കട്ടെ. വാൽകൃഷ്ണം, കോഹ്ലി അന്തം വിട്ടുപോയതുകൊണ്ട് അച്ചിമാഷിൻ്റെ തലമണ്ടയ്ക്ക് ബാറ്റ് വീശാൻ മറന്നുപോയത്രേ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കമൻറ്റുകൾ ഇപ്പോൾ. ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി.
ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് നോട്ടീസ് നൽകിയത്. 118 പേരാണ് നോട്ടീസിൽ ഒപ്പിട്ടത്. ആന്റണി ജിസ് ജോർജ് റിപ്പോർട്ട് നൽകുന്നു. ആന്റണി. തീർച്ചയായും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു സമവായ നീക്കമൊക്കെ നടത്തിയിരുന്നു. അതെല്ലാം പാളുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടറി ജനറലിന് പ്രതിപക്ഷം സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. NDA ഇപ്പോൾ ഭരണം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഒരു സ്പീക്കർക്കെതിരെ ഈ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 118 പേരാണ് ഈ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഈ നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല. അവർ സ്പീക്കറുമായി സംസാരിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിലും എടുത്തത്. ഏതായാലും ലോക്സഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് പ്രതിപക്ഷം നൽകി. നേരത്തെ ഈ ഭരണപക്ഷം പ്രതിപക്ഷവുമായി സംസാരിച്ചിരുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു KC വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ KC വേണുഗോപാൽ പറഞ്ഞ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചൊരു ആവശ്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ ബജറ്റ് ചർച്ചയ്ക്ക് മുൻപ് സംസാരിക്കാൻ അനുവദിക്കണം. എന്നാൽ രാഹുൽ ഗാന്ധിയെ ആദ്യം സംസാരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ സംസാരിച്ച ശേഷം മതിയാകും എന്നുള്ള കാര്യമൊക്കെ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിലൊരു സമവായം, ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് സെക്രട്ടറി ജനറലിന് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. 118 MPമാർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി 14 ദിവസം, അതായത് ഒരു നോട്ടീസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിന് ശേഷമാണ് അത്, അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ അത് പരിഗണിക്കണം എന്നുള്ളതാണ് ചട്ടം എന്ന് പറയുന്നത്. ഏതായാലും 14 ദിവസത്തിന് ശേഷം ഈ നോട്ടീസ് പരിഗണിക്കും. ഏതായാലും ഇനിയുള്ളത് ബജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടമാണ്. ആ ഘട്ടത്തിലായിരിക്കും ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് സഭയുടെ പരിഗണനയിലേക്ക് വരിക. ലോക്സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇത് 4ാം തവണയാണ് ഇത്തരത്തിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. ഒരു മുതിർന്ന അംഗത്തിന്റെ നേതൃത്വത്തിലായിരിക്കും, ആ അംഗമായിരിക്കും അന്ന് സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും ഒടുവിൽ ഈ സമവായ നീക്കങ്ങൾ പാളിയതോടുകൂടി അവിശ്വാസ പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം സമർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം മുന്നോട്ട് പോയിരിക്കുന്നത്. ശരി. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യവാരമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. CPIഎമ്മിനെ സംബന്ധിച്ചിട്ട് സച്ചിദാനന്ദൻ ഉയർത്തിയിട്ടുള്ള ആരോപണം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് CPIഎമ്മിനെ നയിക്കുമോ? അതിൽ നിന്ന് മുന്നേറുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും പാർട്ടി ഏതൊക്കെ തരത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉടനീളം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വികസനം നടത്തിയിട്ടുണ്ട്, ആ വികസനം എണ്ണി പറഞ്ഞുകൊണ്ട് ബോധവൽക്കരിക്കുക എന്നുള്ള നിലയിലേക്ക് പാർട്ടി മാറുന്നു എന്നുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ടുള്ള സച്ചിദാനന്ദൻ എഴുതിയ കുറിപ്പ് അത് വലിയ രീതിയിൽ വിവാദമാവുകയും പിന്നീട് സച്ചിദാനന്ദൻ്റെ വാക്കുകൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരികയും ഒക്കെ ചെയ്ത് തുടർഭരണത്തിൻ്റെ ആവശ്യകതയില്ല, തുടർഭരണം CPIഎമ്മിനെ സംബന്ധിച്ചിട്ടും LDFനെ സംബന്ധിച്ചിട്ടും ഉചിതമല്ല എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള ആ കുറിപ്പിനെ പ്രതിരോധിച്ചുകൊണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ പ്രവർത്തകനുമായിട്ടുള്ള അശോകൻ ചെരുവിൽ കഥാകൃത്ത് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് എന്ന് പറയുന്നത് അത് TP വേണുഗോപാലിന് എഴുതിയ ഒരു കുഞ്ഞു കഥയാണ്. ആ കഥ ഇതുമായി ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് അശോകൻ ചെരുവിൽ ആ കഥ പങ്കുവച്ചിരിക്കുകയാണ്. ആ കഥ ഇങ്ങനെയാണ്. നാശം എന്നാണ് ആ കഥയുടെ പേര്. വീട്ടുമുറ്റത്തെ മാവ് നിറയെ കായ്ച്ചു നിൽക്കുന്നത് കണ്ട് അരിശം വന്ന കുഞ്ഞാമൻ മഴുവെടുത്ത് മാഞ്ചോട്ടിലേക്ക് പാഞ്ഞു. നിങ്ങൾക്ക് പിരാന്തായ എന്ന് ചോദിച്ച് തടുക്കാൻ നോക്കിയ ഭാര്യയെ ഉന്തിയിട്ട് ഓടുന്നതിനിടയിൽ കുഞ്ഞാമൻ പറഞ്ഞു, കഴിഞ്ഞൊല്ലവും അതിൻ്റെ അപ്പുറത്തെ കൊല്ലവും കായ്ച്ചതാ, ഇങ്ങനെ കായ്ക്കാൻ തുടങ്ങിയാൽ അഹങ്കരിച്ച് മാവ് നശിച്ചളയും. TP വേണുഗോപാലൻ എഴുതിയ ആ കഥ ഒന്നുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ് അശോകൻ ചെരുവിൽ. നാശം എന്നാണ് ആ കഥയുടെ ശീർഷകം. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുമ്പ് പാഠപുസ്തക വിതരണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. പാഠപുസ്തക വിതരണം ഫെബ്രുവരി 12 നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 4 വർഷവും സംസ്ഥാന സർക്കാർ കൃത്യമായി പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത കാര്യം മന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു.
4 വർഷവും കൃത്യമായി തന്നെ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. കുട്ടികളുടെ അഭിപ്രായം, അധ്യാപകരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം, രക്ഷകർത്താക്കളുടെ അഭിപ്രായമൊക്കെ തന്നെ തേടിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു സംരംഭം നടത്തി ഒരു പരാതിയുമില്ലാതെ ഏതാണ്ട് 3,80,00,000 പാഠപുസ്തകം കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്രാവശ്യം നിങ്ങളൊന്ന് നോക്കണം, ഇനി ലാസ്റ്റ് പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 5-നാണ് നമ്മുടെ SSLC പരീക്ഷ ആരംഭിക്കും. ഫെബ്രുവരി മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിക്കുക. അതായത് 3 മാസം സ്കൂൾ തുറക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പേ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മുന്നിൽ ഒരു ചരിത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന അപൂർവ കാര്യങ്ങളുണ്ട്. എറണാകുളം വടക്കൻ പറവൂരിൽ പുഴയിലേക്ക് മറിഞ്ഞ കാർ പുറത്തെടുത്തു. ഡ്രൈവർക്ക് പരിക്കില്ല. എടവനക്കാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. അപകട സമയം വണ്ടിയിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പരിക്കുകളൊന്നുമില്ലാതെ ഡ്രൈവർ രക്ഷപ്പെട്ടു. ചായ കുടിക്കാൻ നിർത്തിയതിനു ശേഷം ഡ്രൈവർ വണ്ടി പുറകിലേക്ക് എടുത്തപ്പോൾ മറ്റൊരു വാഹനം വരികയും വെട്ടിച്ചു മാറ്റിയ സമയത്ത് കാർ പുഴയിലേക്ക് മറിയുകയുമായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയാണ് കാർ പുറത്തെടുത്തത്. പെട്ടെന്ന് നിർത്തിയിട്ടപ്പോൾ അതായിട്ട് പോയതാണ് അല്ലേ? ഈ ക്യാമറ ഉണ്ടാവണം, അതിൽ ഉണ്ടാവും. കൊല്ലം പത്തനാപുരത്ത് മാധ്യമപ്രവർത്തകനെ CPIM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. മാധ്യമം ദിനപത്രത്തിൻ്റെ ലേഖകൻ റിജോയെ ആണ് മർദ്ദിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ റിപ്പോർട്ടിങ്ങിനിടെയാണ് മാധ്യമത്തിൻ്റെ ലേഖകനായിട്ടുള്ള റിജോയ്ക്ക് മർദ്ദനമേറ്റത്. റിജോയുടെ ഫോട്ടോ മർദ്ദിച്ചവർ എടുത്തു. ഒപ്പം തന്നെ മോശം പരാമർശങ്ങൾ നടത്തി. അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. അത് റിജോ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഹെൽമറ്റ് കൊണ്ട് റിജോയുടെ തലയ്ക്ക് അടിക്കുകയും മുഖത്ത് ചവിട്ടുകയും ചെയ്തു എന്നാണ് പരാതി. തുടർന്ന് പരിക്കേറ്റ റിജോ പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ റിജോ CPIMനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നും കുണ്ടയത്തെ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്നുമാണ് CPIM നേതാക്കളുടെ മറുവാദം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചു. ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. ചുരത്തിൻ്റെ 6, 7 എന്നീ വളവുകൾക്കിടയിലായിരുന്നു അപകടം. ചുരമിറങ്ങി വന്ന ബസ്സും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നാണ് തൻ്റെയും ആഗ്രഹമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും അധികം ഉൾപ്പെട്ടിരിക്കുന്നതും നേതൃത്വം കൊടുത്തിരിക്കുന്നതും കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ള കാര്യം വി ശിവൻകുട്ടി ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മൗനമാണെന്നും കോൺഗ്രസിൻ്റെ സമുന്നതയായ നേതാവ് സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ പുറത്തു വന്നിട്ടും കോൺഗ്രസ് നേതാക്കൾ ആരും ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നും വി ശിവൻകുട്ടി ആവർത്തിച്ചു. ഒന്നാം ഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള നടന്ന അവസരത്തിൽ ഗവൺമെൻറ് ഉറച്ച നിലപാട് സ്വീകരിച്ചു. ആരായിരുന്നാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രധാന ഉത്തരവാദി കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരും ഇതിൽ പെടുമെന്നുള്ളതുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്ന കാര്യം. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരൊക്കെയാണ്? 2 പ്രാവശ്യം പോയി. പ്രൈം മിനിസ്റ്ററുടെ അത്രയും സെക്യൂരിറ്റിയുള്ള ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശിക്കുവാൻ ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരും വാങ്ങിയവരും കൊടുത്തവരും എല്ലാവരും ഒരുമിച്ച് പോയില്ലേ? അതിനോടൊപ്പം തന്നെ 2 MP-മാരും പോയില്ലോ. MP-മാരെ ഒരാളുടെ ചോദ്യം ചെയ്തല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും അതിന് നേതൃത്വം കൊടുത്തവരും ഈ സ്വർണ്ണക്കൊള്ള നടത്തിയവരുമായി ബന്ധം വച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആന്റണി MP-ക്കെതിരെയും UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെയും CPI നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളെല്ലാം തിരക്കഥയുടെ ഭാഗമായിട്ടാണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് റെജി താഴമൺ റാന്നി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉപയോഗിച്ചാണ് പ്രചാരണം നടത്തുന്നതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടി വരിക എന്ന് റെജി താഴമൺ റാന്നി കേരള വിഷൻ ന്യൂസിനോട് പറയുന്നു.
അടൂർ പ്രകാശിനെതിരെയുള്ള ആരോപണമെന്ന് പറയുന്നത്, അതുപോലെ ശ്രീ ആന്റോ ആന്റണി എംപിക്കെതിരെയുള്ള ആരോപണമെന്ന് പറയുന്നത് പോറ്റിയുടെ കൂടെ ഉള്ളൊരു പടത്തിൽ സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ടെന്നുള്ളൊരു പടം പ്രചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പടത്തിന്റെ പേരിലാണെങ്കിൽ ആദ്യം SIT ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോടൊപ്പം പോറ്റി നിൽക്കുന്ന പടം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ കൂടുതലായിട്ട് യാതൊരു തെളിവുകളും ആന്റോ ആന്റണിക്കെതിരെയായിട്ടോ അടൂർ പ്രകാശിനെതിരായിട്ടോ ഇല്ല. അപ്പം അവരെ ഏറ്റവും വലിയ പ്രതിരോധത്തിലായ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ ജയിലിനുള്ളിൽ കിടക്കുമ്പോൾ അതിന് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത്. അവർക്ക് ആകെ തെളിവായിട്ട് പറഞ്ഞത് പോറ്റിയുടെ കൂടെയുള്ള ഈ സോണിയാഗാന്ധിയോടൊപ്പം ഉള്ള ഒരു ഫോട്ടോ മാത്രമാണ്. അത് സംബന്ധിച്ച് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അപ്പം അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ ജാഥകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന CPIM കടുത്ത ആരോപണങ്ങളാണ് സംഘടനയ്ക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ പൂർണ്ണമായും ന്യായീകരിക്കുവാൻ വേണ്ടിയാണ് UDF ശ്രമിക്കുന്നത് എന്നും പറയേണ്ടി വരുന്നു. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. ഇടതുമുന്നണിയുടെ ജാഥ കടന്നു പോകുന്ന സ്ഥലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജാഥയിലുമൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. പ്രത്യേകിച്ചും വടക്കൻ മേഖലയിൽ നിന്ന് തുടങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജാഥയിൽ CPIM-ന്റെ നേതാക്കന്മാരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ സമീപകാലത്ത് UDF-നോട് ജമാഅത്തെ ഇസ്ലാമി അടുത്തത് തന്നെയാണ് വലിയ ചർച്ചയാക്കി മാറ്റാൻ CPIM നടത്തുന്ന നീക്കങ്ങൾ. എന്തായാലും ഈ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായി ഇതിനെ തടയിടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. 42 വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായും CPIM-ഉമായും ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരുടെ വോട്ട് സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി ഐക്യ ജനാധിപത്യ മുന്നണിയെ ചില സ്ഥലങ്ങളിലൊക്കെ സഹായിച്ചത്. അതിൻ്റെ പേരിൽ ഇത്രയധികം അല്ലെങ്കിൽ ഇത്ര വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത്. ഒപ്പം നിന്നപ്പോൾ നന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി, ഇപ്പോൾ കൊള്ളില്ല. ഇതേ വാദഗതിയാണ് ഇടതു നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ തരത്തിൽ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CPIM-ന്റെ നീക്കവും തീരുമാനവും. എന്തുകൊണ്ടെന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ മുഖം അതല്ല ഇപ്പോഴത്തേത്. രാഷ്ട്രവാദം തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്നും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നും ഒക്കെ തന്നെ CPIM-ന്റെ നേതാക്കന്മാർ ജാഥകളിലുടനീളം പ്രസംഗിക്കുന്നു. ഒപ്പം വാർത്താ സമ്മേളനങ്ങൾ അവരിത് വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയാകട്ടെ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി കാര്യമായൊരു അടുപ്പത്തിൽ എത്തിച്ചേർന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ചില സഹായങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിന് ഒക്കെ ലഭിച്ചിരുന്നു. ആ സഹായത്തെ മറക്കുവാൻ കോൺഗ്രസ് തയ്യാറല്ല. അത് ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കവും തീരുമാനം. കാരണം അവർക്ക് നന്നായി അറിയാം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ അത്യാവശ്യം ചില മേഖലകളിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് കാര്യമായ തരത്തിലുള്ള വേരോട്ടം ഉണ്ടെന്ന്. ആ വേരോട്ടം വലിയ തരത്തിൽ കോൺഗ്രസിന് അനുഗ്രഹമായി മാറുമെന്നും മുസ്ലിം ലീഗിന് സഹായമായി തീരുമെന്നുമൊക്കെ അവർ നന്നായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായത്തെ തള്ളിപ്പറയാൻ കോൺഗ്രസോ അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളോ തയ്യാറാകാത്തത്. ഈ മേഖലാ ജാഥകളിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPIM വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും സമസ്ത പോലുള്ള സംഘടനകളും ആരോപണങ്ങൾ അഴിച്ചുവിടുന്നതിൽ ഒട്ടും തന്നെ പിന്നോക്കം പോകുന്നില്ല. അവരും വലിയ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം കൃത്യമായി ഇപ്പോൾ CPIM-ഉം CPM-ന്റെ നേതാക്കന്മാരുമൊക്കെ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കൃത്യമായും ഒരു വർഗീയ പാർട്ടി ആയിരുന്നു എന്ന് തന്നെ, അല്ലെങ്കിൽ ആണ് എന്ന് തന്നെ. അവരോടൊപ്പം നിന്നപ്പോൾ ഈ വാക്കുകൾ അവർ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി
കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിക്ക് ഇരു മുന്നണികളും ഇല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ജാഥകളുമായി അനുബന്ധിച്ച് നടക്കുന്ന പ്രസംഗങ്ങളിലും ചർച്ചകളിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി വിഷയമായി മാറപ്പെടുന്നത്. എന്തായാലും കേരളത്തിൽ ഈ ജാഥകൾ അവസാനിപ്പിക്കുമ്പോഴേക്കും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധം വലിയ തരത്തിലുള്ള ചർച്ചയായി മാറപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ പിന്തുണ UDFിൻ്റെ ഘടകകക്ഷി ലഭിച്ചില്ല എങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ കോൺഗ്രസോ ലീഗോ തയ്യാറുമല്ല. ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് വിപരീതമായി ചിന്തിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന CPMൻ്റെ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മുഖവിലേക്കെടുക്കാതെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യമായി ഭരണം നഷ്ടപ്പെടുകയാണ്. ഇനിയെങ്കിലും ഭരണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അണികൾ ചോർന്നു പോകും എന്നുള്ളത് അവർക്കറിയാം. അണികൾ മാത്രമല്ല, ഒട്ടുമിക്ക നേതാക്കന്മാരും ലീഗ് വിട്ട് പുറത്തേക്ക് പോകും. ആ യാത്ര വലിയ യാത്രയായിരിക്കും. ഇനി ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു അവസരം ലീഗിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സൗഹൃദം സ്ഥാപിച്ച് അവരിൽ നിന്ന് കിട്ടാവുന്ന സഹായങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനവും UDFിൻ്റെ നീക്കവും. എന്തായാലും വരും ദിവസങ്ങളിൽ ജാഥ അവസാനിക്കുമ്പോൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. BJP ആകട്ടെ ഇത്തരം വിഷയങ്ങളിലൊന്നും കാര്യമായി ചർച്ചയ്ക്കെടുക്കുന്നില്ല എങ്കിൽ പോലും ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്തെ ഇസ്ലാമിയെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അവസാനം ചെന്ന് എത്തുന്നത് അല്ലെങ്കിൽ അവസാനം ചെന്ന് തറയ്ക്കുന്നത് UDFിലാണ്, കോൺഗ്രസ് നേതാക്കന്മാർക്ക് മുകളിലാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മുഖ്യ ചർച്ചയായി മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി. അതിൻ്റെ സൂചനകളാണ് ഈ മേഖലാ ജാഥകൾ കടന്നു പോകുമ്പോഴും അതിനു എല്ലാം അപ്പുറമായി UDFിൻ്റെ ജാഥ എത്തുന്ന സ്ഥലങ്ങളിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി വിഷയം പരാമർശിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാർത്തകൾ തുടരുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ഷോപ്പിക വെഡ്ഡിങ്സ്, MG റോഡ്, കാസർഗോഡ്. ഷോപ്പിക വെഡ്ഡിങ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് Aquila Finance, the legacy of trusted service since 1995. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH accredited hospital in തൃശൂർ. ജുവൽ റോക്ക് ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള ആൻഡ് തമിഴ്നാടു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. വാർത്തകൾ തുടരുന്നു. തുടർഭരണത്തോടുള്ള വിമർശനത്തിനിടെ കവി K സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ CPIM ശ്രമം ആരംഭിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ അരണാട്ടുകരയിലെ സച്ചിദാനന്ദൻ്റെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം സച്ചിദാനന്ദൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം എന്ന് പറയുന്നത് തൻ്റെ പോരാട്ടങ്ങളെ അറിയാത്ത, താൻ എഴുതിയത്
ഒരു വരി പോലും വായിക്കാത്തവരാണ് തനിക്കെതിരെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നോർത്ത് തനിക്ക് ലജ്ജ തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് സച്ചിദാനന്ദൻ തൊട്ടുമുമ്പ് നടത്തിയത്. എന്തായാലും CPIM അതുമായി ബന്ധപ്പെട്ട അനുനയിപ്പിക്കൽ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഭരണ നേട്ടങ്ങൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കാനും പാർട്ടി തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. വയനാട്ടിൽ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഉടനുണ്ടാവുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിൻ്റെ പുനരധിവാസം എവിടെ വരെയായി എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ദുരന്തബാധിതർക്ക് ചികിത്സയ്ക്ക് പോലും സഹായമില്ല എന്നും ആരോപിച്ചു. ഞങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ഥലം എടുത്തു, 3.5 ഏക്കർ സ്ഥലം എടുത്തു. ഇനി അടുത്ത ഒരു സ്ഥലം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടനെ രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തറക്കല്ലിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. എന്തായാലും ഈ ഭൂമി മേടിക്കണം ഞങ്ങളുടെ ഓഫീസ് പണിയാനല്ലോ, വീട് വയ്ക്കാനാണല്ലോ. ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കും. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ, സർക്കാർ 1 കൊല്ലം എടുത്ത്. മുണ്ടകൈ ചൂരൽ പല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സയ്ക്ക് പോലും കാശ് കൊടുക്കുന്നില്ല, ഒരു റോഡ് പോലും അങ്ങോട്ട് പണിത് കൊടുക്കുന്നില്ല, ഒരു പാലം പോലും അവിടെ പണിയുന്നില്ല. മനസ്സിലായ? ഈ പാവങ്ങളെ ദ്രോഹിക്കുകയാണ്. അവരുടെ പേരിൽ പണം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാകയുയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. 2030 ആകുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു. മാറിവരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് COA മുന്നോട്ടു പോകുന്നത്. മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TDS സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P ആന്റണി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് ചാണ്ടി, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, VP ബിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ ജേക്കബ്, ജെറോം MP തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ. SIRൽ ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന ആദ്യ ജില്ല കൂടിയായി മാറിയിരിക്കുകയാണ് ആലപ്പുഴ. തിരുവനന്തപുരം, എറണാകുളം എന്നീ ജില്ലകളും 100% ഹിയറിംഗ് പൂർത്തിയാക്കിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ഹിയറിംഗിലൂടെ 28,158 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഇതുവരെ പുറത്തായത്. 2.5 ലക്ഷത്തിലധികം കേസുകളിലാണ് പരിശോധന പൂർത്തിയായത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ഈ സമയത്ത് പുറത്തിറങ്ങുന്നവർ സൂര്യാഘാതമേൽക്കാതെ ശ്രദ്ധിക്കണം. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവർ ജോലി സമയം പുനഃക്രമീകരിക്കണം. നിർജ്ജലീകരണം തടയാൻ വെള്ളം കുടിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. സംഘർഷത്തിന് പിന്നാലെ മണിപ്പൂരിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ഉഖ്രൂലിലെ സംഘർഷം നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു.
ആളുകൾ കൂട്ടം ചേർന്നാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. മണിക്കൂറുകൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ ഉഖ്രൂലിൽ പുതിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശനിയാഴ്ച രാത്രി ലിറ്റാൻ ഗ്രാമത്തിൽ നാഗാ വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ ചിലർ ആക്രമിച്ചതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത്. ഗോത്ര നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഞായറാഴ്ച ഇരു ഗോത്ര വിഭാഗങ്ങളും തമ്മിൽ ചേരിതിരിഞ്ഞ കല്ലേറുമുണ്ടായി. രാത്രിയോടെ 50ഓളം വീടുകൾക്ക് തീയിട്ടു. അക്രമം നിയന്ത്രിക്കാൻ വൻതോതിൽ കേന്ദ്രസേനയെ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. നാഗാ ഭൂരിപക്ഷ ജില്ലയാണ് ഉഖ്രൂൽ. ബംഗ്ലാദേശ് അമേരിക്ക വ്യാപാര കരാറിന് ധാരണയായി. ഇറക്കുമതി തീരുവ അമേരിക്ക 1% കുറച്ചു. ചില ഉൽപ്പന്നങ്ങൾക്ക് പരസ്പര തീരുവ ഇല്ല. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ധാരണയ്ക്ക് പിന്നാലെയാണ് ബംഗ്ലാദേശുമായുള്ള കരാർ. ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് 37% തീരുവയാണ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റിൽ നിരക്ക് 20%-ആയി കുറച്ചു. 1% കുറവ് വരുത്തിയതോടെ തീരുവ 19%-ആയി. തീരുവ ഇങ്ങനെ കുറച്ചത് ടെക്സ്റ്റൈൽ മേഖലയിൽ ബംഗ്ലാദേശിന് വലിയ നേട്ടമാകും. ലോകത്തിലെ 2ാമത്തെ വലിയ വസ്ത്ര നിർമ്മാതാക്കളാണ് ബംഗ്ലാദേശ്. എറണാകുളം വടക്കൻ പറവൂരിൽ ഇരുചക്രവാഹനത്തിലെത്തിയ യുവാക്കൾ 4 പേരെ ഇടിച്ചു വീഴ്ത്തി കടന്നു കളഞ്ഞ സംഭവത്തിൽ 3 ദിവസമായിട്ടും അജ്ഞാത വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്പൂരിയച്ചനാലിന് സമീപമാണ് ഇരുചക്രവാഹനത്തിലെത്തിയ 2 പേർ അപകടമുണ്ടാക്കി കടന്നു കളഞ്ഞത്. കാൽനട യാത്രികരായിരുന്ന ചെട്ടിക്കാട് സ്വദേശിനി സൈറ, മകൻ്റെ കുട്ടി 7 വയസ്സുള്ള ആയുഷിദാസ് എന്നിവരെ കൂടാതെ ഇരുചക്രവാഹന യാത്രക്കാരായ 2 പേർക്കും പരിക്കേറ്റിരുന്നു. ഇവരൊരാളുടെ പരിക്ക് ഗുരുതരമായതിനാൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷണങ്ങൾ നടന്നു വരികയാണ് എന്ന് മാത്രമാണ് പോലീസിന് പറയാനുള്ളത്. കൊല്ലം അഞ്ചലിൽ റബ്ബർ ഷീറ്റ് മോഷണം നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിലായി. പത്തനംതിട്ട സ്വദേശി ജയകുമാറാണ് പിടിയിലായത്. ചെമ്പകരാമനെല്ലൂരിൽ വീടിൻ്റെ ടെറസിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ പ്രതി മോഷ്ടിക്കുകയായിരുന്നുവെന്നാണ് പരാതി. നേരത്തെ 2 പ്രതികളെ ഈ വിഷയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാവേലിക്കരയിലെ വീട്ടിൽ ജയകുമാർ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. നിരവധി കവർച്ച കേസുകളിലെ പ്രതിയാണ് ജയകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ബസ്സിൽ നിന്ന് ബാറ്ററിയും CCTVയും മോഷ്ടിച്ചതായി പരാതി. കൂടരഞ്ഞി മുക്കം കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന KBT ബസ്സിലാണ് മോഷണം നടന്നത്. സർവീസിനായി രാവിലെ ബസ്സെടുക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം മനസ്സിലായത്. തുടർന്ന് തിരുവമ്പാടി പോലീസിൽ ബസ് ഉടമ പരാതി നൽകി. ഈ പ്രദേശത്ത് ടിപ്പറുകളിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നിന്നുമൊക്കെ ബാറ്ററികൾ മോഷണം പോകുന്നത് പതിവാണ് എന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. ഇനി നമുക്ക് കണ്ണൂരിലെ ആമ്പിലാട് ഗവൺമെൻറ് ITI റോഡിലേക്കൊന്ന് പോകാം. ആ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് എന്നുള്ള പരാതി വീണ്ടും ശക്തമാവുകയാണ്. ITI വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണ് ഇത്. ഇരുക്കാട് ഇല്ലം ഭാഗത്താണ് റോഡ് പൂർണ്ണമായും തകർന്നത്. ഗവൺമെന്റ് ITIയിലേക്കും കുറുമ്പക്കൽ ഭാഗത്തേക്കുമുള്ള യാത്രക്കാർക്കും ഏക ആശ്രയമായ റോഡാണിത്. നിലവിൽ റോഡിന്റെ അധിക ഭാഗവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം. ഇത്തരം അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആവശ്യഘട്ടത്തിൽ പോലും ഓട്ടോറിക്ഷകൾ പോലും കടന്നുവരാൻ മടിക്കുകയാണെന്നും എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയിലാണ്. 2 ആഴ്ചയിലധികമായി ഇവിടെ വെള്ളം ലഭിക്കാതെ വന്നിട്ട്. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തോട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയിൽ വെച്ച് തടയണ നിർമ്മാണത്തിൻ്റെ പേര് പറഞ്ഞ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് ഉള്ളതെന്നാണ് കർഷകരുടെ പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തെ പുറംചാലിൽ വെള്ളം എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞു.
നമുക്ക് ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പാടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാലുള്ള അവസ്ഥയിലേക്ക് പോകും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് ഏറ്റവും വീഴ്ച വരുന്നത്. അവരുടെ ഭാഗത്ത് ഒരു വിധ സഹായവും ഇല്ല. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോ വിവരങ്ങൾ അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കർഷക സംഗമ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. ഏകദേശം 2500 ഏക്കറയ്ക്ക് മുകളിൽ നെൽകൃഷി നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ 2 ദിവസത്തിനകം വെള്ളം വന്നില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഇവിടുത്തെ കർഷകർ നേരിടേണ്ട ഒരവസ്ഥയാണ്. ഇവിടെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഇറിഗേഷൻ ഓഫീസുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. പക്ഷേ ഫോൺ വരെ അവരെടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിന്റെ ടീമോ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങിയാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കൃഷി വകുപ്പിന്റെ വൈഗ കാർഷിക പ്രദർശനമേളയ്ക്ക് നാളെ തുടക്കമാകും. വൈഗ മേളയുടെ 7ാമത് പതിപ്പിനാണ് നാളെ തിരുവനന്തപുരം ആനയറയിൽ തുടക്കമാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കർഷകർക്കും പൊതുജനങ്ങൾക്കും പുതുസംരംഭകർക്കും കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക മുന്നേറ്റങ്ങൾ അടുത്തറിയുന്നതിനും കാർഷിക വിദഗ്ധർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പങ്കിടുന്നതിനുമായി കാർഷിക പ്രദർശനം, കാർഷിക സെമിനാറുകൾ, കർഷക പാർലമെന്റ്, ബിസിനസ് മീറ്റിംഗ്, DPR ക്ലിനിക്ക് തുടങ്ങിയവ ഫെസ്റ്റിൽ സംഘടിപ്പിക്കും. ഫെബ്രുവരി 11 മുതൽ 16 വരെയാണ് പ്രദർശനമേള. 250-ലധികം വിവിധ കാർഷിക സ്റ്റാളുകൾ മേളയുടെ പ്രധാനപ്പെട്ട ആകർഷണമാകുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ആ ഉൽപ്പന്നങ്ങൾ മാത്രമായി അതേപടി വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ആ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാവുമ്പോൾ ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾക്ക് ഗവൺമെന്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന പ്രാധാന്യത്തിനൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്നതിലും അതിന്റെ വിപണനത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് കൃഷിയുടെ കാര്യത്തിനകത്ത് വിത്തിടുന്നു, അല്ലെങ്കിൽ നടുന്നു, അത് പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത് പ്രൈമറി അഗ്രികൾച്ചറാണ്. സെക്കൻഡറി അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യം മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം, മറ്റൊരിടത്തേക്ക് എത്തിക്കുക, ഇതെല്ലാം സെക്കൻഡറി അഗ്രികൾച്ചറിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനെ കൂടി നല്ല പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്തുകൊണ്ട് പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് വൈഗ തുടങ്ങിയത്. വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ എന്നുള്ളതിന്റെ ഒരു ചുരുക്കപ്പേരാണ് വൈഗ എന്നുള്ളത്. വൈഗയുടെ 7ാമത്തെ പതിപ്പാണ് ഫെബ്രുവരി 11 മുതൽ 16 വരെ ആനയറയിലെ വേൾഡ്